പ്രിയമുള്ള സത്യവിശ്വാസികളെ, ഉഷ്ണം വളരെ കടുത്തുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥ, വളരെ പ്രതികൂലമായ ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ നാം മഴയ്ക്ക് വേണ്ടി അല്ലാഹുവിനോട് യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം എന്ന് പറയുന്നത് ഏതൊരു ജീവജാലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ്. ഭൂമിയുടെ 71% വെള്ളമാണ്. അതിൽ ലഭ്യമായ വെള്ളത്തിന്റെ 97% കടൽ വെള്ളമാണ്. 3% മാത്രമാണ് ശുദ്ധജലമുള്ളത്. ഉള്ള ജലത്തിന്റെ 3% മാത്രമാണ് ശുദ്ധജലമുള്ളത്. 71% വെള്ളത്തിൽ 97% ഉപ്പ് രസമുള്ള കടൽ വെള്ളമാണ്. ബാക്കിയുള്ളത് വെറും 3% മാത്രമാണ്. അതിൽ 2.5% ഉപയോഗിക്കാൻ പറ്റാത്ത വെള്ളമാണ്. ബാക്കിയുള്ളതിൽ ഭൂമിക്കടിയിലും അതുപോലെ മഞ്ഞുപാളികൾക്കിടയിലുമൊക്കെ ആയിട്ട് മറഞ്ഞു കിടക്കുകയാണ്. ബാക്കിയുള്ള 0.5% വെള്ളം മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഇവിടെ ഉള്ളത്. നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്, ഓരോ വർഷം കഴിയും തോറും നമ്മുടെ ഈ കേരളത്തിൽ വെള്ളം, ശുദ്ധജലം കൂടുകയല്ല, മറിച്ച് അതിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പഠനം അനുസരിച്ച് കേരളത്തിന്റെ വാർഷിക മഴ ലഭ്യത എന്ന് പറയുന്നത് 1.43 മില്ലിമീറ്റർ കുറഞ്ഞു വരികയാണ്. ഓരോ വർഷം ചെല്ലും തോറും അത്രയും മഴയുടെ ലഭ്യത, ശുദ്ധജലത്തിന്റെ ലഭ്യത കുറഞ്ഞു വരികയാണ് എന്നാണ് നീതി ആയോഗിന്റെയൊക്കെ പഠനപ്രകാരം തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ശുദ്ധജലത്തിന്റെ കാര്യത്തിൽ 122ൽ 120ാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യമുള്ളത്. അപ്പൊ ഓരോ വർഷം ചെല്ലും തോറും മഴവെള്ളത്തിന്റെ, ശുദ്ധജലത്തിന്റെ ലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മോട് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്കിലൂടെ പറയുന്നുണ്ട്, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഔറാ ഫമൻ യഅതികും ബിമാഇൻ മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഔറാ, കുടിക്കാൻ ഉപയോഗിക്കുന്ന, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളമുണ്ടല്ലോ, ആ വെള്ളത്തെ എങ്ങാനും അതിനെ ഭൂമിക്കടിയിലേക്ക് ആഴ്ത്തി ഇറക്കി കഴിഞ്ഞാൽ ആരാണ് നിങ്ങൾക്ക് വെള്ളം തരിക? ഭൂമിയിലുള്ള വെള്ളം മുഴുവനും ഭൂമിക്കടിയിലേക്ക് ആഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ ആരാണ് നിങ്ങൾക്ക് വെള്ളം തരികയെന്ന് സൃഷ്ടാവായ റബ്ബ് തആല ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ലോകത്തുള്ള ശുദ്ധവെള്ളത്തിന്റെ അളവ് ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇത്ര ഈ ലോകത്ത് വെള്ളമുള്ളൂ, വെള്ളം കുറയട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കടലിലും അതുപോലെ മഞ്ഞുപാളികൾക്കിടയിലും ഒക്കെയായി ഉള്ളതിന്റെ ബാക്കി 0.5% നമുക്ക് വെള്ളമുള്ളൂ, ശുദ്ധജലം. അല്ലാഹു ചോദിക്കാണ്, അത് ഞാൻ ഭൂമിക്കടിയിലേക്ക് അങ്ങ് ആഴ്ത്തിക്കളഞ്ഞ പിന്നെ എവിടെന്നാ നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളമുള്ളത്? കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറയുണ്ടായി, സാധാരണ വേനൽക്കാലം ആയി കുറെ കഴിഞ്ഞിട്ട് വറ്റാറുള്ള, അത് ഫുള്ള് വറ്റാറില്ല, അപ്പോഴും ആവശ്യത്തിന് വെള്ളം കിട്ടാറുണ്ട്. ആ കിണർ വറ്റിപ്പോയി, കഴിഞ്ഞ ദിവസം മഴ പെയ്തിട്ട് പോലും വെള്ളമായില്ല എന്ന് വിഷമം പറയുണ്ടായി. സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിലെ കിണറുകളൊക്കെ വറ്റി, നാട്ടിൽ ഒരു സ്ഥലത്തും വെള്ളമില്ല.
കഴിഞ്ഞ ദിവസം പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ പാലക്കാട് ജില്ലയിലെ ഒരു കുളം, പറ്റാത്ത ഒരു കുളത്തിന്റെ ചിത്രമായിരുന്നു കൊടുത്തത്. വേനൽ ചൂടിൽ സാധാരണ പറ്റാത്ത കുളം പറ്റിയതിന്റെ ചിത്രം. പ്രിയപ്പെട്ട അള്ളാഹ് ചോദിക്കാണ്, ആ വെള്ളത്തെ ഞാനങ്ങ് വറ്റിച്ച് കളഞ്ഞാല്, ആഴ്ത്തിക്കളഞ്ഞ, ഭൂമിക്കടിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞ, പിന്നെ ആരാ നിങ്ങൾക്ക് വെള്ളം തരിക? റബ്ബ് തആല ചോദിക്കാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ് വെള്ളം എന്ന് പറയുന്നത്. ചെറിയ കുട്ടികളിൽ 75% പ്രായമായ ആളുകൾ പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ 60% വെള്ളത്തിന്റെ സാന്നിധ്യം കാണാൻ സാധിക്കുമെന്ന് സയൻസ് പഠിപ്പിക്കുമ്പോൾ, മറ്റുള്ള ജീവികൾ പരിശോധിക്കുകയാണെങ്കിൽ അവരിതിന്റെ 60% ജലമാണ്. സസ്യങ്ങളിൽ പരിശോധിക്കുകയാണെങ്കിൽ 75%. ഇനി മനുഷ്യന്റെ ഏറ്റവും ബുദ്ധിയെല്ലാം പ്രവർത്തിക്കുന്ന ഹെഡായിട്ടുള്ള തലച്ചോറ്, ആ തലച്ചോറിന്റെ 90% വെള്ളമാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഭക്ഷണമില്ലാതെ നമുക്ക് ദിവസങ്ങൾ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ അത്ര പോലും വെള്ളമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഭക്ഷണമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നതിന്റെ അത്ര പോലും വെള്ളമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സൂറത്തുൽ നൂറിലൂടെ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ജീവജാലങ്ങളെയും റബ്ബ് തആല പഠിപ്പിച്ചിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത് അത് വെള്ളത്തിൽ നിന്നാണ്. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ. എന്നിട്ട് റബ്ബ് തആല വീണ്ടും ചോദിക്കുന്നുണ്ട് സൂറത്തുൻ നഹ്ലിന്റെ 65-ാമത്തെ ആയത്തിലൂടെ. സൂറത്തുൻ നഹ്ൽ എന്ന് പറഞ്ഞാൽ ആ സൂറത്ത് തേനീച്ചയെ പറ്റി പറയുന്ന സൂറത്താണ്. അതിന് ഒരുപാട് റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു തആല പറയുന്നുണ്ട്. വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണെന്ന് പറഞ്ഞിട്ട് എണ്ണി റബ്ബ് തആല അവന്റെ അനുഗ്രഹങ്ങളെ പറ്റി, അവന്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റി പറയുന്നുണ്ട്. കൂട്ടത്തിൽ അല്ലാഹു പറയുകയാണ്, വല്ലാഹു അൻസല മിനസ് സമാഇ മാഅ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യസ്മഊൻ. വല്ലാഹു അൻസല മിനസ് സമാഇ മാഅ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആകാശ ലോകത്ത് നിന്നുകൊണ്ട് മഴയെ വർഷിപ്പിക്കുന്നത്. അല്ലാഹുവാണ് ആകാശത്ത് നിന്നുകൊണ്ട് മഴയിറക്കി തരുന്നത്. ഇന്ന് പല രാജ്യങ്ങളും കൃത്രിമമായി മഴ പെയ്യിപ്പിക്കുന്ന സംവിധാനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം പരിധികളും പരിമിതികളും ഉണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ റബ്ബ് തആല നൽകുന്നത് പോലെ ആർക്കും നൽകാൻ സാധിക്കുകയില്ല. അല്ലാഹു പറയുകയാണ്, വല്ലാഹു അൻസല മിനസ് സമാഇ മാഅ. ആകാശത്ത് നിന്ന് മഴയെ വർഷിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ. എന്നിട്ടും മരിച്ചു കിടക്കുന്ന ഭൂമിയെ അല്ലാഹു തആല ജീവിപ്പിക്കുന്നു. അഥവാ ഭൂമിയിലും ഒരു മഴ പെയ്യുന്നതോടുകൂടി പലതരത്തിലുള്ള സസ്യങ്ങൾ കിളിർക്കുകയാണ്. പലതരത്തിലുള്ള ധാന്യങ്ങളും മനുഷ്യന് വേണ്ട വിഭവങ്ങൾ ഈ ഭൂമി ലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുകയാണ്. റബ്ബ് തആല മഴയെങ്ങാനും നിർത്തിവെച്ച് കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ മഴ എന്ന് പറയുന്ന മഹത്തായ അനുഗ്രഹമെങ്ങാനും ഈ ലോകത്ത് കടന്നു വന്നില്ലെങ്കിൽ, ഈ ലോകത്ത് പെയ്തില്ലെങ്കിൽ, പിന്നെ മനുഷ്യരുടെ കാര്യം വല്ലാത്ത കഷ്ടത്തിലാണ്. റബ്ബ് തആല ചോദിക്കുകയാണ്, ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യസ്മഊൻ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നല്ല രൂപത്തിൽ ചിന്തിക്കുന്ന ബുദ്ധിമാന്മാരായ ആളുകൾ, ആ ആളുകൾക്ക് അതിലൊക്കെ ദൃഷ്ടാന്തമുണ്ടെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മഴയെ പറ്റി റബ്ബ് തആല ഖുർആനിൽ 63 സൂറത്തുകളിലാണ് പറഞ്ഞിട്ടുള്ളത്. 114 അധ്യായങ്ങൾ ഖുർആനിൽ ഉണ്ടെങ്കിൽ അതിൽ 63 സൂറത്തുകളിൽ അല്ലാഹു തആല മഴയെ പറ്റിയിട്ട് പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗൗരവം എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഴയെങ്ങാനും ഇല്ലെങ്കിൽ മനുഷ്യന്റെ അവസ്ഥ വല്ലാത്ത കഷ്ടത്തിലാണ്. അല്ലാഹു തആല സൂറത്തുൽ വാഖിയയിലൂടെ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ. നിങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമുണ്ടല്ലോ, ആ വെള്ളം ആരാണ് നിങ്ങൾക്ക് നൽകുന്നത്? അഫറഅയ്തുമുൻ നാറല്ലദീ തൂറൂൻ. അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾ കത്തിക്കാൻ ഉപയോഗിക്കുന്ന തീ അത് എവിടെ നിന്നാ വന്നത്? ആരാണ് അതിനെ പടച്ചിട്ടുള്ളത്?
ഓരോ കാര്യങ്ങളെ പറ്റിയും റബ്ബ് തആല ചോദിക്കുമ്പോൾ വെള്ളമെന്ന് പറയുന്ന അനുഗ്രഹം അത് വല്ലാത്തൊരു അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെയാണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴയില്ലാതെ വരുമ്പോ റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാരക്കുമായിരുന്നു. اللهم اسقنا غيثا مغيثا هنيئا مريا ولا تجعلنا من القانطين. അല്ലാഹുവേ നിന്റെ റഹ്മത്താകുന്ന മഴയെ ഞങ്ങൾക്ക് നൽകണേ എന്ന് പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ആ റസൂലുള്ളാഹി തങ്ങളുടെ പാതകൾ പിൻപറ്റിയിട്ട് റബ്ബിനോട് നമ്മൾ തേടുക. മാത്രവുമല്ല മഴ ലഭിക്കണമെങ്കിൽ ഫഖൂലു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലു സമാ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ അനുയായികളോട് പറഞ്ഞു, ഫഖൂലു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാപമോചനം നടത്തുകയും നിങ്ങൾ ചെയ്തു പോയ അരുതായ്മകള്, നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകള് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയും എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകും. വയുംദിദുകും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം പ്രത്യേകം പറഞ്ഞ കാര്യമാണ് മഴയെ പറ്റിയിട്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മഴ ലഭിക്കണമെങ്കിൽ അല്ലാഹുവിനോട് നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ട് ചെയ്തു പോയ തെറ്റുകളെ ഏറ്റു പറയുക. കാരണം റബ്ബ് തആല പറയുന്നു, ലഹറൽ ഫസാദു ഫിൽ ഭൂമിലോകത്തിറങ്ങുന്ന കടലിലും കരയിലും ഇറങ്ങുന്ന മുഴുവൻ ഫസാദുകൾ, മുഴുവൻ ഫിത്നകൾ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുമ്പോൾ വെള്ളമെന്ന് പറയുന്ന അനുഗ്രഹം മറ്റുള്ള കാര്യം പോലെയല്ല. വഅൻസൽനാ മിനസ് സമാഇ മാഅൻ തുഹൂറാ. ഖുർആനിൽ റബ്ബ് പറഞ്ഞു, ആ വെള്ളത്തിന്റെ പ്രത്യേകത സ്വയം ശുദ്ധിയുണ്ട്, അതുപോലെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാണ് വെള്ളം എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അൽ മുസ്ലിമൂന ശുറകാഉ ഫീ സലാഹ്. മൂന്ന് കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ പങ്കാളിത്തമുള്ളതാണ്. മൂന്ന് കാര്യങ്ങൾ നബി തങ്ങൾ പറഞ്ഞു എല്ലാ മുസ്ലിമീങ്ങൾക്കും ഒരുപോലെ പങ്കാളിത്തമുള്ളതാണ്. ഒന്ന് അൽ മാ, വെള്ളം. രണ്ട് നബി തങ്ങൾ പറഞ്ഞു സസ്യം. മൂന്നാമത് നബി തങ്ങൾ പറഞ്ഞു വന്നാർ, തീ. ഈ മൂന്ന് അനുഗ്രഹങ്ങൾ ലോകത്ത് നിന്ന് എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്ത പരിതാപകരമാണ്. വെള്ളമില്ലെങ്കിൽ, സസ്യങ്ങളില്ലെങ്കിൽ, അതുപോലെ കത്തിക്കാനുള്ള തീയില്ലെങ്കിൽ മനുഷ്യന്റെ കാര്യം ദുരിതമാണ്. ഇതിലെല്ലാവർക്കും ഒരുപോലെ പങ്കുണ്ടെന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ അയാള് കുടിക്കാൻ വേണ്ടി ഉദു ചെയ്യാൻ വേണ്ടി വെള്ളമെടുത്തു. ആ വെള്ളം എടുത്ത സമയത്ത് അയാളുടെ അടുക്കൽ വന്നിട്ട് ഒരാള് വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് കെഞ്ചുകയാണ്, അല്ലെങ്കിൽ ഒരു മൃഗം വെള്ളം കിട്ടാതെ വിഷമിക്കുകയാണെങ്കിൽ ഫുഖഹാക്കൾ പഠിപ്പിക്കുകയാണ്, ആ വെള്ളത്തിന്റെ പാത്രത്തിലെ വെള്ളം എടുത്തിട്ട് ആ ജീവി, അത് മനുഷ്യനാകട്ടെ മൃഗമാകട്ടെ ഇനി നായയാകട്ടെ, അതിനുനജസായ നായയാണെങ്കിൽ പോലും അതിന് കൊടുത്തിട്ട് മണ്ണുകൊണ്ട് തയമ്മും ചെയ്തിട്ട് അവൻ നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. അതുകൊണ്ട് വെള്ളത്തിന്റെ പ്രാധാന്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ കുടിക്കുന്നതോടൊപ്പം മറ്റുള്ള ജീവജാലങ്ങൾക്ക് കൂടി കൊടുക്കണമെന്നാണ് ആ പരിശുദ്ധമായ ദീനിന്റെ ശരീഅത്ത് നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ പ്രിയപ്പെട്ടവരെ, അനാവശ്യമായി വെള്ളം നമ്മൾ അമിതമായി ചെലവഴിക്കരുത് ഒരിക്കലും തന്നെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഒരു ദിവസം കണ്ട സമയത്ത് അന്നനബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മർറ ബിസഅദ് വഹുവ യതവല്ലഉ ഫഖാല മാ ഹാദാ സർഫു. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു വുദൂ ചെയ്യുന്നത് കണ്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, മാ ഹാദാ സർഫു യാ സഅദ്, അല്ലയോ സഅദേ നീ ദുർവ്യയം നടത്തുകയാണോ? അപ്പോൾ മഹാനവറുകളെ വുദൂ ചെയ്യുന്നത് ഒരു പുഴയിൽ നിന്നാണ്. അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അഫിൽ വുദൂഇ സറഫുൻ, വുദൂയിലും ദുർവ്യയമുണ്ടോ നബിയേ, വുദൂയിലും അമിത വ്യയമുണ്ടോ നബിയേ? നബി തങ്ങൾ പറഞ്ഞു, ഖാല നഅം,
ശക്തമായി വെള്ളം കുത്തിയൊലിക്കുന്ന നദിയിൽ നിന്ന് നീ വുദൂ ചെയ്യുകയാണെങ്കിൽ പോലും വെള്ളം നീ വേസ്റ്റായി കളയരുതെന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. കുലു, നിങ്ങൾ തിന്നോളൂ, വശ്റബു, നിങ്ങൾ കുടിച്ചോളൂ, പക്ഷേ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അമിതമാക്കുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുകയില്ലെന്ന് വിശുദ്ധമായ ഖുർആൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. വുദൂ ചെയ്യുമ്പോൾ ഒന്നാമത്തെ തവണ കഴുകുന്നത് അത് നിർബന്ധമാണ്. പിന്നീട് 2 തവണ സുന്നത്താണ്, 3 പ്രാവശ്യം. നാലാമത് അത് സമുദ്രത്തിൽ നിന്ന് വുദൂ ചെയ്യുമ്പോഴാണെങ്കിലും, പുഴയിൽ നിന്ന് വുദൂ ചെയ്യുകയാണെങ്കിലും, കുളത്തിൽ നിന്ന് വുദൂ ചെയ്യുകയാണെങ്കിലും, ഇനി പള്ളിയുടെ ഹൗദിലോ പള്ളിയുടെ ടാപ്പിലോ നിന്ന് വുദൂ ചെയ്യുകയാണെങ്കിലും, നാലാമത് ചെയ്യുകയാണെങ്കിൽ അത് കറാഹത്താണ്. പല ആളുകളുണ്ട്, വസ്വാസിന്റെ രോഗമുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിശാച് മനുഷ്യനെ പിഴപ്പിക്കും. ചിലരൊക്കെ വുദൂ ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് പള്ളിയിലെ ഹൗദിലെ വെള്ളം മുഴുവനും തീരുമെന്ന് നമ്മൾ സംശയിച്ചു പോകും. എത്ര വുദൂ ചെയ്താലും മതിയാവില്ല. അവന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പള്ളിയിലെ വെള്ളമാകുമ്പോൾ അതിന്റെ കൂടെ റബ്ബിനോട് കണക്ക് പറയേണ്ടി വരും. ഇനി അതല്ല, വീട്ടിൽ നിന്നാണെങ്കിലും വെറുതെ വെള്ളം കളയുന്നതിന് റബ്ബിനോട് സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് വസ്വാസുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കുക. 3 തവണ അങ്ങോട്ട് എടുത്ത് ഉറപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി നിന്ന് വലിയ ബുദ്ധിമുട്ടാ. അടുത്തുള്ള ആളുകൾക്കൊന്നും നിസ്കരിക്കാൻ തന്നെ പറ്റൂല. അവരൊക്കെ ആദ്യം ഒരു തക്ബീർ വരുമ്പോൾ അവർക്ക് തോന്നാണ് ശരിയായതാണ്. പിന്നെ അള്ളാഹ് അങ്ങോട്ട് പിടിച്ച് അങ്ങോട്ട് ഇറുക്കി പിടിക്കുന്നത് പോലെയാണ് പലരും തക്ബീറൊക്കെ കെട്ടുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ. വസ്വാസ് എന്ന് പറഞ്ഞാൽ അത് പിശാചിൽ നിന്നുള്ള രോഗമാണ്. ആരെയും വിമർശിക്കില്ല. ഉള്ള കാര്യം, ദീനിന്റെ വിഷയങ്ങൾ പറയേണ്ടത് പറയണമല്ലോ. മറ്റുള്ളവരുടെ നിസ്കാരമോ മറ്റോ ഫസാദായി പോയാൽ നമ്മൾ കൂടി അതിന് ഉത്തരവാദികളാണ്. ശ്രദ്ധിക്കുക. അപ്പൊ വുദൂ ചെയ്യുന്ന സമയത്ത് പിശാച് നമ്മളെ വസ്വാസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ അമിതമായിട്ട് വെള്ളം ചെലവഴിക്കരുതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നബി തങ്ങൾ വുദൂ ചെയ്യുമ്പോൾ മഹാന്മാരായ സഹാബത്ത് പറയുകയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയിട്ട് അവിടുത്തെ ജീവിതങ്ങളെ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ എമ്പാടും നമുക്ക് കാണാം. അതിലൊക്കെ കാണാം നബി തങ്ങൾ വുദൂ ചെയ്യുമ്പോൾ ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ എത്രയാ? ഒരു നല്ല ആരോഗ്യമുള്ള മനുഷ്യന്റെ കൈ, ആ 2 കൈകളും കൂട്ടി ഇങ്ങനെ എടുത്താൽ എത്ര ഉണ്ടാവും? അതാണ് ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള കണക്ക്. ആ മുദ്ദ് അത് ഒരു മുദ്ദായിരുന്നു. ഒരു മുദ്ദ് വെള്ളം, ഒരു മുദ്ദിന്റെ പാത്രത്തിൽ കൊള്ളുന്ന അത്ര വെള്ളം, അതായിരുന്നു നബി തങ്ങൾ ഒരു വുദൂ എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. കുളിക്കാനോ ഒരു സ്വാൽ അഥവാ 4 മുത്ത്, അത്രയും വെള്ളമായിരുന്നു നബി തങ്ങൾ കുളിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്ര വെള്ളമാ സഹോദരങ്ങളെ വേസ്റ്റ് ആക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അതിനെപ്പറ്റി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊന്നും ഒരു ഉത്തരം അതിനുണ്ടാവുകയില്ല. അറിയുമോ നിങ്ങൾക്ക്, ഹാറൂൻ റഷീദ് എന്ന് പറയുന്ന ഭരണാധികാരി അബ്ബാസിയ ഖിലാഫത്തിന്റെ 5ാമത്തെ ഭരണാധികാരിയായിരുന്നു. വെള്ളത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം ഭരണാധികാരിയായിരിക്കുന്ന സമയത്ത് ദാഹിക്കുകയാണ്. അങ്ങനെ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. വെള്ളം കൊണ്ടുവന്നിട്ട് ആ വെള്ളം അദ്ദേഹം കുടിക്കുന്ന സമയത്ത് ഇബ്നു സമ്മാക്ക് എന്ന് പറയുന്ന ആത്മീയ ലോകത്തെ മുടിചൂടാ മന്നനായ അല്ലാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട സൂഫിയായ ഒരു പണ്ഡിതൻ. സൂഫി എന്ന് പറഞ്ഞാൽ ഭൗതികമായ പരിത്യാഗം ചെയ്ത ആളുകൾ, അല്ലാതെ ഏതെങ്കിലും കുറെ പച്ച ഡ്രസ് വന്നിട്ട് ആരും സൂഫിയാവൂല. കുറെ തസ്ബീഹ് അണിഞ്ഞതുകൊണ്ടോ മോതിരം അണിഞ്ഞതുകൊണ്ടോ ആരും സൂഫിയാവില്ല. തഖ്വയുള്ളയാളാവണം. അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ അങ്ങനെയായിരുന്നു. അവർ റബ്ബിനെ ഭയപ്പെട്ടിരുന്ന ആളുകളാണ്. ഇബ്നു സമ്മാക്ക് എന്ന് പറയുന്ന പണ്ഡിതൻ രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുകയാണ്, രാജാവേ, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ? രാജാവ് പറഞ്ഞു, നിങ്ങൾക്ക് ചോദിക്കാം. ഹാറൂൻ റഷീദ് എന്ന് പറയുന്ന ലോകം കണ്ട നീതിമാനായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, രാജാവേ, നിങ്ങൾ വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു, വെള്ളം ചോദിച്ചു, ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നു. ഇനി നിങ്ങൾക്ക് വെള്ളം കിട്ടാത്തൊരവസ്ഥ ഈ നാട്ടിൽ വന്നെന്ന് കരുതുക. ക്ഷാമം വന്നു, നാട്ടിലെ വെള്ളം മുഴുവനും വറ്റിപ്പോയി. ആ സമയത്ത് വെള്ളത്തിന് വേണ്ടി കെഞ്ചിയപ്പോ അയൽ നാട്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കൊരാൾ വെള്ളം കൊണ്ടുവന്ന് തന്നു. അദ്ദേഹത്തിന് നിങ്ങൾ സമ്മാനമായി എന്താണ് കൊടുക്കുക? ഹാറൂൻ റഷീദ് എന്ന് പറയുന്ന നീതിമാനായ ഭരണാധികാരി അയാളുടെ മുഖത്ത്, ഈ പണ്ഡിതന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, എന്റെ രാജ്യത്തിന്റെ പകുതിയും ഞാൻ അദ്ദേഹത്തിന് കൊടുക്കും.
അപ്പൊ രാജാവിനോട് അടുത്ത ചോദ്യം, രാജാവേ, എന്നാൽ നിങ്ങൾ കുടിച്ച വെള്ളം നിങ്ങളുടെ വയറ് നിറഞ്ഞു, പിന്നീട് ആ വെള്ളം പുറത്തേക്ക് പോകാത്തൊരവസ്ഥ വന്നു, അഥവാ മൂത്രമൊഴിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തൊരവസ്ഥ വന്നു. അങ്ങനെ നിങ്ങൾ വളരെയധികം പ്രയാസപ്പെട്ട് കഴിയുമ്പോ പല ആളുകളും നിങ്ങളെ വന്ന് ചികിത്സിച്ചു, പക്ഷെ മാറുന്നില്ല. അവസാനം ഒരു വൈദ്യൻ വന്നിട്ട് നിങ്ങളുടെ ശരീരത്തിൽ കിടക്കുന്ന, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ആ വിസർജ്യം അഥവാ നിങ്ങളുടെ മൂത്രം അത് പുറത്തേക്ക് കളഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിങ്ങൾ എന്തു കൊടുക്കും? രാജാവ് പറഞ്ഞു, ഞാൻ ദിവസങ്ങളോളം പ്രയാസപ്പെട്ട് കഴിഞ്ഞപ്പോ പല ആളുകളും വന്നു എന്നെ ചികിത്സിച്ചു, പക്ഷേ എന്റെ അസുഖം മാറിയില്ല. അവസാനം എന്നെ ആ കുരുക്കിൽ നിന്നുകൊണ്ട് രക്ഷപ്പെടുത്തിയ ആ മനുഷ്യന് ബാക്കിയുള്ള എന്റെ രാജ്യത്തിന്റെ പകുതിയോട് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ സമയത്ത് രാജാവിനോട് ഇബ്നു സമാക്ക് എന്ന് പറയുന്ന പണ്ഡിതൻ ചോദിക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട രാജാവേ, എന്നാൽ നിങ്ങൾക്ക് കുടിക്കാൻ എത്രയോ വെള്ളം നിങ്ങൾക്ക് നൽകുന്ന, നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും തരുന്ന, ഒരു പ്രയാസവുമില്ലാതെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിസർജിക്കപ്പെടുന്ന വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണ്ടല്ലോ, ആ റബ്ബിനെ നിങ്ങൾ വേണ്ട പോലെ നിങ്ങൾ സ്മരിക്കുക, ആ റബ്ബ് തരുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർക്കുക എന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ, അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും കരയുകയാണ്. നമ്മൾ റബ്ബിനെ പറ്റി ചിന്തിക്കാറുണ്ടോ? റബ്ബ് തരുന്ന അനുഗ്രഹങ്ങളെ പറ്റി ചിന്തിക്കാറുണ്ടോ? നമ്മൾ സൂറത്തുൽ വാഖിയ ഓതാറുണ്ട്. എത്രയോ മഹത്തുക്കളായ ആളുകൾ ആ വാഖിയ സൂറത്ത് ഓതുമ്പോ നിങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ആരാണ് നിങ്ങൾക്ക് തരുന്നതെന്നുള്ള ആയത്ത് ഓതുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞു പോയ മഹാത്മാക്കളുണ്ട്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ നടന്നു പോവുകയാണ്. ചൂടുള്ള സമയമാണ്. റബ്ബിനെ നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നടന്നു പോകുന്ന സമയത്ത് ആളുകൾ തണൽ കൊള്ളാൻ വേണ്ടിയിട്ട് വെയിലത്ത് നിന്ന് തണൽ മരത്തിന്റെ അടുത്തേക്ക് മാറി നിന്നപ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പൊട്ടി ഇങ്ങനെ കരയുകയാണ്. കണ്ണുകളിൽ നിന്ന് കണ്ണീരൊലിക്കുന്നു. ആളുകൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അപ്പൊ മഹാനവറുകളും പറയുകയാണ്, ഈ ദുനിയാവിലെ ചെറിയ ചൂട് സഹിക്കാൻ കഴിയാതെ ആളുകൾ മരത്തിന്റെ തണല് നോക്കിയിട്ട് അവിടെ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു പോവുകയാണ്, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വരുന്ന സമയത്ത് ചൂട് കാരണം പ്രയാസപ്പെടുമ്പോ ആ റബ്ബിന്റെ കോടതിയിൽ എനിക്ക് തണല് കിട്ടുമോ എന്ന് ഓർത്തിട്ട് ഞാൻ കരയുന്നതാണെന്ന് പറഞ്ഞ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവരുടെ ചിന്തയാണ് നമുക്ക് വേണ്ടത് പ്രിയപ്പെട്ടവരെ. ലോകത്തിലെ ഏറ്റവും ചൂടേറിയ നഗരങ്ങളിൽ 19 ഇന്ത്യയിലാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. കഴിഞ്ഞ ദിവസം ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിൽ വന്ന വാർത്തയാണ്, ഇന്ത്യ ഈസ് currently facing an extreme heat wave with 19 of the world's 20 hottest cities. അതായത് ലോകത്തെ ഏറ്റവും ചൂടുള്ള ഹോട്ടസ്റ്റ് സിറ്റീസ് അഥവാ ഏറ്റവും ചൂടുള്ള സിറ്റികൾ, അതിൽ 20ൽ 19 നമ്മുടെ ഇന്ത്യ രാജ്യത്താണ് എന്ന് ഒരു ഇംഗ്ലീഷ് മാധ്യമം കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി പ്രിയപ്പെട്ടവരെ. അഥവാ നമ്മുടെ രാജ്യത്ത് 43 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് ഇന്ന് നമ്മളോട് പറയുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥയാണ്. AQI പോലെയുള്ള കണക്കുകൾ അവർ പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ചുകൊണ്ട് 43 ഡിഗ്രിയിലേക്ക് നമ്മുടെ ചൂട് എത്തുമെന്ന് പറയുമ്പോൾ ബീഹാറിലേക്ക് അവസ്ഥ എന്ന് പറഞ്ഞാൽ ബീഹാറിലെ ബഗൽപൂർ, അതുപോലെ തന്നെ ഒഡീഷയിലെ താൽച്ചർ, ബംഗാളിലെ പല സ്ഥലങ്ങൾ അവിടെയൊക്കെ 44 ഡിഗ്രിയിലേക്ക് ചൂട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നമ്മളുള്ളത്. ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചോദിക്കുക, മഴയ്ക്ക് വേണ്ടിയിട്ട്. റബ്ബിന്റെ കാരുണ്യം ലഭിച്ചാലല്ലാതെ മഴ നമുക്ക് ലഭിക്കുകയില്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ തഖ്വയുള്ളവരായി നമ്മൾ മാറുക. ഹിജ്റ 9-ാം വർഷത്തിൽ മദീനയിൽ
ഭയങ്കര ചൂട് അനുഭവപ്പെട്ടു. നമുക്കൊക്കെ അറിയുന്നതാണ്, അറേബ്യൻ നാടുകളിൽ ഈത്തപ്പഴം പൂക്കുന്ന സമയം, ഈത്തപ്പഴം കായ്ക്കുന്ന സമയം, അത് ചൂട് സമയമാണ്. ആ ചൂടിനനുസൃതമായിട്ടാണ് അത് ഉണ്ടാകുന്നത്. ആ സമയത്ത് മദീനയിൽ ഹിജ്റ 9-ാം വർഷം ഭയങ്കര ചൂട് അനുഭവപ്പെട്ടു, സാധാരണയേക്കാൾ കൂടുതൽ ചൂട്. അപ്പോഴാണ് ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്ക് യുദ്ധത്തിന് വേണ്ടിയിട്ട് സഹാബാക്കളെ വിളിക്കുന്നത്. ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കാണാം, നിർബന്ധമായ ഘട്ടങ്ങളിലായിരുന്നു അള്ളാഹുവിന്റെ ഹബീബും അവിടുത്തെ അനുയായികളും യുദ്ധത്തിന് വേണ്ടിയിട്ട് പോയിരുന്നത്. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളും അനുയായികളും പോകുന്ന സമയത്ത് ജയ്ഷുൽ യുസ്ര എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ആ യുദ്ധത്തിന് പോകുന്ന പടയാളികൾ അത്രയും കഷ്ടപ്പെട്ടവരായിരുന്നു. ചൂട് സഹിക്കാൻ കഴിയാതെ പോകുന്ന സമയത്ത് ശത്രുക്കൾ കളിയാക്കിയപ്പോ അല്ലാഹു തആല പറയുകയാണ്, വഖാലൂ ലാ തൻഫിറൂ ഫിൽ ഹർ ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ ലൗ കാനൂ യഫ്ഖഹൂൻ. സൂറത്തു തൗബ നോക്കിയാൽ കാണാം, ഫരിഹൽ മുഹല്ലഫൂന ബിമഖഅദിഹിം ഖിലാഫ റസൂലി എന്ന് പറഞ്ഞിട്ട് ഒരു ആയത്ത് കാണാം. അതിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറയാണ്, വഖാലൂ ലാ തൻഫിറൂ ഫിൽ ഹർ ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ ലൗ കാനൂ യഫ്ഖഹൂൻ. ദുനിയാവിലെ ചൂടൊന്നും ഒരു ചൂടല്ല. ചൂടെന്ന് പറഞ്ഞാൽ നാളെ പരലോകത്തെ ചൂട് വരാനുണ്ട്. അതാണ് യഥാർത്ഥ ചൂട്. وقالوا لا تنفروا في الحر قل نار أشد حرا لو كانوا يفقهون എന്നുള്ള ആയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദുനിയാവിന്റെ ചൂടെന്ന് പറഞ്ഞാൽ ഇനി കൂടിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. കാരണം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവസാന കാലഘട്ടമാകുമ്പോ ചൂട് അധികരിക്കും. ചൂട് ഓരോ വർഷം ചെല്ലും തോറും കൂടി വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അവസാന കാലഘട്ടം എത്തുന്ന സമയത്ത് തൊട്ടടുത്ത് ഒരു ചാണകലെ സൂര്യൻ എത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇപ്പൊ തന്നെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല, സമയമില്ല. ഒരുപാട് പറയാനുണ്ട്, പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്താം. ഇപ്പൊ തന്നെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഭൂമിയിൽ നിന്ന് എത്രയോ 15 കോടി കിലോമീറ്റർ ഉള്ള സൂര്യന്റെ ചൂട് സഹിക്കാൻ കഴിയില്ലെങ്കിൽ നാളെ ഒരു ചാണകലെ